പിന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ അപ്പന്മാര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഇവൺ ഇത്ര നാളത്തെ ഇതിൽ വെച്ചാൽ അമ്മമാരാണ് എല്ലാം ചെയ്യണ്ടേ എന്നുള്ളൊരു മൈൻഡാണല്ലോ. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ പാരൻസ് ഓക്കെ ആണ്. ഈവൻ ഞാനാണെങ്കിലും യുവാൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഞാൻ എണ്ണിപ്പറക്കലും കരച്ചിലും എന്നൊരാളേക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഈവൻ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇമോഷണൽ സപ്പോർട്ട് തന്നെയാണ് ആ സമയത്ത്. അല്ല, ഞാൻ തന്നെ വേദന അനുഭവിക്കണം. പക്ഷെ എന്നാൽ കൂടിയും നമുക്ക് എണ്ണിപ്പറക്കാൻ ഒരാളുണ്ടാവാന്ന് പറയണത് അത് വലിയൊരു മാറ്റമായിട്ടാണ് എല്ലാവരും പറയണത്. ഇവിടെ ആ ദിവസങ്ങളിൽ മൊത്തം ലിയാൻസിന് നൈറ്റ് ഉറക്കില്ല. എനിക്ക് പിന്നെയും എനിക്ക് തോന്നുന്നു നമ്മുടെ ബോഡിയിൽ തന്നെ ഹോർമോൺസ് നമുക്ക് നൈറ്റ് വിജിലന്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു എനർജി തരും. ഇവർക്കെല്ലാവരും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ പുലർച്ചയ്ക്ക് ആയിരിക്കും ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് വിളിക്കണം. ചിലപ്പോൾ ആ സമയത്ത് അവർ ഉറങ്ങിയിട്ടുണ്ടാവുള്ളായിരിക്കും. പക്ഷെ എന്നാൽ കൂടി എണീറ്റ് വന്ന് എനിക്ക് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഇതിനും കൊച്ചിനെ നോക്കാനാണെങ്കിലും കൊച്ചിനെ കൊണ്ട് ഓടലൊക്കെ ചെയ്യുന്ന ഒരു തവണ ശ്വാസം കിട്ടാണ്ടൊക്കെ ആ സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പിടിച്ച് വരണം. അപ്പോഴേക്കും ഒരാൾ കൊണ്ടുപോടി. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇതിന് ബ്രത്തിന്റെ ഇഷ്യൂ വന്നിട്ട് വേഗം തന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നഴ്സ് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ കൊണ്ട് പിന്നെ അവരിങ്ങനെ തട്ടി അങ്ങനത്തെ ആ സമയത്തൊക്കെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ പണിയായനെ. അങ്ങനത്തെ കുറച്ച് ഒരുപാട് ചേഞ്ചസ് സൊസൈറ്റിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു. കാരണം ഞാനും പിന്നെ എനിക്ക് തോന്നുന്നു ഓവർ കെയർ ചെയ്യാതിരിക്കുക കൊച്ചുങ്ങളെ. അത് എനിക്ക് തോന്നണ അതാണ്. കാരണം കൊച്ചുങ്ങള് നമ്മൾ എന്തിനും നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാല് കംഫർട്ടും കെയറിങ്ങും ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടിലെടുത്ത് തന്നെ എത്തും എല്ലാം. കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞത് റോയായിട്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നാറ്. അത് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വിട്ട് പിള്ളേരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇത് തന്നെയല്ല. നമ്മുടെ ഓരോരുത്തർ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു കൊച്ചു വളർന്നു വരുമ്പോഴും ആ സൊസൈറ്റിക്ക് എത്രത്തോളം നന്നായി വരും, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇനി ഉപകാരം ഇല്ലെങ്കിലും സൊസൈറ്റിക്ക് ഉപദ്രവം ഉണ്ടാവാതെ വളർത്താന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ കൊണ്ട് താങ്ങാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കാനാണ്. ഓവറായിട്ട് അല്ല, അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലുള്ള ക്യാഷ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം അവൾക്ക് 18 ആവുമ്പോൾ പോഷെ കരേര മേടിച്ചു കൊടുക്കണം. അത് കാശ് ഉണ്ടാവുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ചെറുപ്പത്തിലാക്കി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലേ എന്തൊക്കെ അവള് കേൾക്കുമ്പോൾ കിട്ടിക്കോളും.